Hey, hello, welcome back to another video. ട്രയംഫ് അവർ ലേറ്റസ്റ്റ് ആയിട്ടൊരു മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ട്രയംഫ് സ്പീഡ് T4 എന്ന് പറഞ്ഞ മോഡലാണ് അവർ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പുതിയൊരു മോഡലല്ല, ട്രയംഫിൻ്റെ സ്പീഡ് 400ൻ്റെ ഒരു ഡീറ്റ്യൂൺഡ് ആയിട്ടുള്ളൊരു വെർഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ടും വരികയാണെങ്കിൽ സ്പീഡ് 400ൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളിൽ കുറേയേറെ വെട്ടിച്ചുരുക്കിയിട്ടുള്ളൊരു മോഡലായിട്ടാണ് ഈ ഒരു മോഡലിനെ ട്രയംഫ് ഇറക്കിയിട്ടുള്ളത്. സോ അത് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിലാണ് ശരിക്കും അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളിലൊക്കെയും കുറച്ച് കട്ട് ചെയ്ത് ഇറക്കാനുള്ള കാരണം. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു ട്രയംഫിൻ്റെ സ്പീഡ് T4 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്പീഡ് 400 വെച്ച് നോക്കുമ്പോൾ എന്താണ് വ്യത്യാസങ്ങൾ വന്നത് എന്നെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വലിച്ചിട്ടുണ്ടായിട്ട് വീഡിയോ കേട്ടുപോകാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ള ഒരു LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സെൻറ്റർ പോർഷനിലായിട്ട് നമുക്ക് ട്രയംഫിൻ്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കേട്ടോ. സോ കംപ്ലീറ്റ്ലി LED തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ടാങ്ക് പോർഷനിലായിട്ട് ട്രയംഫ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ചെറിയ ഡിസൈനും അതുപോലെ തന്നെ 400 എന്നുള്ളത് നമുക്ക് ആ ഒരു വൈറ്റ് പോർഷനിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പാനലിലായിട്ട് സ്പീഡ് T4 എന്നുള്ള ആ ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഫൈബർ പാർട്ട് തന്നെയാണ് കേട്ടോ, മെറ്റൽ കാര്യങ്ങളൊന്നും അല്ല നൽകിയിട്ടുള്ളത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്ക് ആ ഒരു ഗോൾഡൻ ഫോർക്ക് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ, ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് 400ൽ നമുക്ക് ആ ഒരു USD സസ്പെൻഷൻ കാര്യങ്ങളാണ് വിത്ത് ഗോൾഡൻ ഫോർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ലുക്ക് വൈസ് വളരെയേറെ ഇമ്പോർട്ടൻറ്റ് നൽകുന്നതാണ് വണ്ടിയുടെ ഔട്ട്ലുക്ക് കാര്യങ്ങൾ. ബട്ട് ഈ ഒരു മോഡലിലോട്ട് വന്നപ്പോൾ ആ ഒരു ഗോൾഡൻ ഫോർക്ക് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ടയറിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് MRFൻ്റെ സാപ്പർ ടയറാണ് നൽകിയിട്ടുള്ളത്. 17 ഇഞ്ച് അല്ല വീൽസ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ റയർ പോർഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് 150ൽ നിന്ന് നേരെ 140യിലോട്ട് ഡൗൺ ഗ്രേഡ് കാര്യങ്ങളായിട്ടുണ്ട് സ്പീഡ് 400ൽ നിന്ന് നോക്കുമ്പോൾ. അതും സെയിം MRFൻ്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ബെൻഡ് പൈപ്പ് കാര്യങ്ങളെല്ലാം ഫുള്ളി പൗഡർ കോട്ടറാണ്. പിന്നെ ഒരു സ്റ്റീൽ കവറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ നൽകുന്നത്. അതുപോലെ സൈലൻസറിൻ്റെ പോർഷനിലാണെങ്കിലും ഒരു സ്റ്റീൽ ഗാർഡ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് റയർ പോർഷനിലും നൽകിയിട്ടുള്ളത്. എക്സോസ്റ്റ് കുറച്ച് ബേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ റയർ പോർഷനിൽ നമുക്ക് ആ ഒരു മോണോഷോക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അതാണ് മെയിനായിട്ടൊരു ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ മിറേഴ്സൊക്കെയും ഒരു നോർമൽ രീതിയിലുള്ള റൗണ്ടഡ് മിറേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ മീറ്റർ കൺസോൾ പോർഷനിൽ നോക്കുകയാണെങ്കിൽ അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. സ്പീഡോമീറ്റർ കാര്യങ്ങളുള്ള അനലോഗും പിന്നെ അതുപോലെ തന്നെ ഗിയർ പോർഷൻ ഇൻഡിക്കേറ്റർ, അതുപോലെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, ട്രിപ്പ് 1 ട്രിപ്പ് 2 കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ സീറ്റിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാൻ സീറ്റ് കാര്യങ്ങൾ അവർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 mm ഒരു തിക്നെസ് കാര്യങ്ങൾ കുഷനിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ കൂടുതലാണ്. സോ അതുകൊണ്ട് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് നമുക്ക് ലോങ് റൈഡ് കാര്യങ്ങൾ എടുക്കാവുന്ന രീതിയിലാണ് സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെയും ട്രയംഫ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എഞ്ചിൻ പോർഷൻ ബാക്കി നമുക്ക് എല്ലാം ഫുള്ളി പൗഡർ കോട്ടറായിട്ടാണ് നൽകിയിട്ടുള്ളത്. എഞ്ചിൻ പോർഷനിൽ നോക്കുകയാണെങ്കിൽ 398 cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സിംഗിൾ സിലിണ്ടറാണ്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമ്മൾ പ്രീവിയസ് സ്പീഡ് 400 വെച്ച് നോക്കുകയാണെങ്കിൽ ഡീറ്റ്യൂൺഡ് ആണ് നൽകിയിട്ടുള്ളത്. സോ ലെസ് പവറാണ് സ്പീഡ് 400 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുള്ളത്. അതായത് 30.6 PHP അതുപോലെ തന്നെ 36 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ മെയിൻലി ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഇനീഷ്യൽ ടോർക്ക് കാര്യങ്ങളൊക്കെയും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കിട്ടും. അറൗണ്ട് സോ സിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നല്ല രീതിയിലുള്ള ടോർക്കും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടും. പിന്നെ ഈ ഒരു മോഡലിൻ്റെ സീറ്റ് ഹൈറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിളായിട്ട്, അതായത് ഹൈറ്റ് കുറഞ്ഞൊരു വ്യക്തിക്കും പ്ലാന്റ് ഫുഡ് കിട്ടുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. 806 mm സീറ്റ് ഹൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പീഡ് 400 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിലെ സ്പ്രോക്കറ്റ് കാര്യങ്ങളൊരു ചേഞ്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അറൗണ്ട് ഒരു 4 ടീത്തിൻ്റെ ഒരു ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. 43 ആയിരുന്നു നമുക്ക് പ്രീവിയസ് സ്പീഡ് 400 ഉണ്ടാകുന്ന ടീത്ത് കാര്യങ്ങൾ വരുന്നത്. ബട്ട് ഈ ഒരു മോഡൽ വന്നപ്പോൾ 39 ആയി ആ ഒരു ടീത്തിൻ്റെ എണ്ണം കാര്യങ്ങൾ. സോ ആ ഒരു ഡിഫറൻസ് കാര്യങ്ങളാണ് പെർഫോമൻസിൽ പവറിലും കാര്യങ്ങളും നൽകുന്നിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നീട് ഈ ഒരു മോഡലിൽ നമുക്ക് സ്ലിപ്പർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ബട്ട് ട്രാക്ഷൻ കൺട്രോളിലുള്ള ഫീച്ചർ ഈ ഒരു മോഡലിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ചൊക്കെ പ്രൈസ് കട്ടിങ് നടത്തിയാലാണല്ലോ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ട്രയംഫ് മോഡൽ അവർക്ക് ഇറക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാക്ഷൻ കൺട്രോളിനുള്ള ഫീച്ചർ കാര്യങ്ങളൊക്കെയും നിലവിൽ ഈ ഒരു മോഡലിൻ്റെ അവൈലബിൾ അല്ല. അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക.
പിന്നെ USD4ക്ക് ഓൾറെഡി ഫ്രണ്ടിൽ നിന്ന് മാറ്റി അതിന് പകരം ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. 43mm സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. സോ ഇത്ര തന്നെയാണ് മെയിനായിട്ടും ആ ഒരു പ്രീവിയസ് സ്പീഡ് 400 നിന്ന് ഈ ഒരു മോഡലോട്ട് വന്നിട്ടുള്ള ചേഞ്ചുകൾ കാര്യങ്ങൾ. സോ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ട്രയംഫ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും എനിക്ക് തോന്നുന്നു അവർ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി കാര്യങ്ങൾ. ഇനി പറയാൻ പറ്റില്ല 250cc അല്ലെങ്കിൽ 300cc ഒരു മോഡൽ കാര്യങ്ങൾ ഇൻ ഫ്യൂച്ചറിലിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എനിവേ അങ്ങനെ ഒരു വണ്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലോട്ട് ട്രയംഫ് പോലുള്ള മോഡൽസ് അവൈലബിൾ ആവും. ബട്ട് പ്രീമിയം മോട്ടോർ സൈക്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഇനി ഇതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.17 lakhനാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ട്രയംഫിൻ്റെ ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ് ഈ ഒരു മോഡലിൽ സ്പീഡ് T4 എന്ന് പറഞ്ഞ മോഡൽ. എനിവേ ട്രയംഫ് സ്പീഡ് T4 എന്ന് പറഞ്ഞ മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളമാണ്. ഇപ്പോൾ പ്രീവിയസ് സ്പീഡ് 400 ആയിട്ട് വെച്ച് നോക്കുമ്പോൾ മെയിനായിട്ട് അതിലുള്ള ഡിഫറൻസ് കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. സോ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൈഡിങ് റിവ്യൂ കാര്യങ്ങൾ വണ്ടി അവൈലബിൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ട്രയംഫിൻ്റെ സ്പീഡ് T4 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ ബൈ.